ഓല മെഡൽ കൊണ്ട് ബാറ്റ് ഉണ്ടാക്കി. നമ്മളെ പഴയ കാലത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവരുടെ എല്ലാം. അങ്ങനെ ഓല മെഡൽ കൊണ്ട് ബാറ്റ് ഉണ്ടാക്കി ക്രിക്കറ്റ് കളിച്ചിരുന്ന ബാല്യകാലമുള്ളവർക്കെല്ലാം ഇതൊരു വല്ലാത്ത ഓർമ്മയാവും. അങ്ങനെ ബാറ്റ് ഉണ്ടാക്കി കളിച്ച് കളി തുടങ്ങി ഇന്ത്യൻ ടീമിൻ്റെ കുപ്പായത്തിലേക്ക് എത്തിയ ഒരു പെൺകുട്ടിയുടെ വീട്ടിലാണ് നമ്മുടെ കേരള ക്രിക്കറ്റ് സാഗ എത്തിയത്. ഇതേ നമ്മുടെ പ്രിയപ്പെട്ട മിന്നുമണി. മിന്നുമണി, ഈ ബാറ്റ് വല്ലാത്ത ഓർമ്മയായിരിക്കുമല്ലോ. പിന്നെ സെറ്റ് അടിപൊളി ബാറ്റ്. കറക്റ്റായി. അതെ അതെ. ഓലമെഡൽ കളിച്ചിട്ടുണ്ടോ? ഓലമെഡലേ കളിച്ചിട്ടുള്ളൂ. ഓലമെഡലാണ് തുടങ്ങിയത്. പക്ഷെ നമ്മളൊന്നും നിങ്ങളെപ്പോലെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ആഗ്രഹം മാത്രം ഉള്ളിൽ ഒതുക്കിപ്പോയ ആളുകളാണ്. പക്ഷെ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഓർമ്മയാണ്. അതെ, വല്ലാതെ എന്താ പറയാ, വല്ലാത്തൊരു ഇമോഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മടലും ബാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഈ മുറ്റത്തുനിന്ന് ഈ ബാറ്റ്, ഈ തരത്തിലുള്ള ബാറ്റ് തന്നെയാണ് ഉണ്ടാക്കി കളിച്ചത്. ഇത് തന്നെ മടല് തന്നെ. തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട് കിട്ടാനും എളുപ്പമാണ്. അപ്പോ നമ്മള് ഏത് തെങ്ങിന്റെ അടിയിലാ ഉള്ളതെന്ന് വെച്ചാൽ പോവും, എടുക്കും, വെട്ടും, ഇതുപോലെ ആക്കും, പിന്നെ വന്ന് കളിയാ. പന്തെന്തായിരുന്നു അന്ന്? നമ്മള് കടലാസും എല്ലാം കൂടി ഇങ്ങനെ ഫുള്ള് കൂട്ടി ഇങ്ങനെ ഉരുട്ടി അത് പിന്നെ പ്ലാസ്റ്റിക് കവർ വെച്ച് അതിന്റെ മേലെ കെട്ടി അങ്ങനെയൊക്കെ ഒരു ബോളാക്കും. അങ്ങനെ കെട്ടി ഞങ്ങൾ അതിന്റെ അടിയിൽ ഉള്ളില് റബ്ബർ പാലിന്റെ അത് ഇവിടെ നമുക്ക് കിട്ടാനില്ലല്ലോ. അത് ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങള് പന്തുണ്ടായി. കാരണം അതാകുമ്പോ കുറച്ച് എക്സ്ട്രാ ബൗൺസ് കിട്ടും. നമുക്ക് ആ സാധനം ഇവിടെ കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ എന്താ മാക്സിമം കടലാസും കവറൊക്കെ ചുരുട്ടി, പിന്നെ കവറിന്റെ ഒരു 2-3 ലെയർ ഉണ്ടാവും അതില് ചുറ്റുന്നേ. അങ്ങനെ വലിച്ചു കെട്ടി. അതെ. വിക്കറ്റിന് പകരം ഇതിന്റെ വലിയ എന്താ പറയാ ഓലമെഡലിന്റെ അടിഭാഗമായിരിക്കും മിക്കവാറും വിക്കറ്റാക്കി വെക്കുന്നത്. ഒന്നെങ്കിൽ അത്, പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ വിറകൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് എടുക്കും. അപ്പോഴേക്കും ചീത്ത വെക്കാം. വിറകൊക്കെ എടുത്ത് സ്റ്റമ്പ് വെക്കും. പിന്നെ അപ്പം മിന്നുവിനെ സംബന്ധിച്ച് ആദ്യത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെയാണ് കുട്ടിക്കാലത്ത് അച്ഛന്റെ ഏട്ടന്റെ മോൻ, വല്യച്ഛന്റെ മോൻ, ചേട്ടൻ തന്നെ, ചേട്ടനൊപ്പമാണ് കളിച്ചു തുടങ്ങിയത് അല്ലേ? എങ്ങനെയാണ് കുട്ടിക്കാലത്ത് നിന്നുള്ള ഈ സമയത്ത് മിന്നുമണി എന്ന താരമായി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേക്ക് മാറുമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ ഒരു സമയത്തൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. എന്താ പറയാ, ഒരു ഇന്ത്യൻ ടീമിൽ എത്തുക, അവിടെ നമ്മളുടെ ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്, അത് ഒരിക്കലും എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അന്ന് ചെറുപ്പത്തിലെ ഏട്ടന് ബോളിട്ട് കൊടുക്കുന്ന, ഞാൻ അന്നേരം എപ്പോഴും ബോളറായിരുന്നു, ഏട്ടനായിരുന്നു ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങള് സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരങ്ങളിലൊക്കെ അങ്ങനെ മുറ്റത്ത് കളിക്കും. പിന്നെ നമ്മൾ വയലിലോട്ടായി, നെൽകൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയലിൽ ഫുള്ള് എല്ലാവരും കളിയാണ്. അപ്പോൾ ആ സമയത്ത് ആൺകുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ കൂടെ അങ്ങനെ കളിച്ചു തുടങ്ങി. ക്രിക്കറ്റ് കളി സാധാരണ ഈ ഭാഗത്തൊന്നും അങ്ങനെ പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറില്ല. പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന പ്രശ്നമൊന്നുമല്ല. പക്ഷേ അന്നത്തെ കാലത്തൊന്നും, അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന സമയത്തൊന്നും ഈ വനിതാ ക്രിക്കറ്റിന് വലിയൊരു പ്രചാരമൊന്നും വന്ന സമയമല്ല. അതെ അതെ, തീർച്ചയായിട്ടും. ആ സമയത്ത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇങ്ങനെ വിമൻ ക്രിക്കറ്റ് ഓൾറെഡി എക്സിറ്റഡ് ആണെന്ന്. ഒരിക്കലും അറിയില്ലായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ മാനന്തവാടി ഹൈസ്കൂളിൽ ചെന്ന് പഠിച്ചപ്പോഴാണ് ഓൾറെഡി അവിടെ സജനേറ്റ് +2 പഠിക്കുക. അങ്ങനെയാണ് അറിയുന്നത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വഴി. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വീട്ടിലാണെങ്കിലും ഏട്ടൻ്റെ കൂടെ കളിക്കുമ്പോഴാണെങ്കിലും ഇത് അച്ചമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അച്ചമ്മയൊക്കെ നല്ല ചീത്ത പറയും. അവരൊക്കെ എന്ന് പറഞ്ഞാല് എന്താ പണ്ട് തൊട്ടുള്ള ആ ടൈമിലെ ഒരു ചിന്താഗതിയും കാര്യങ്ങളാണ്. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ എന്നെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു പ്ലെയേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും, ഇപ്പോൾ ഏതൊരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു പ്രൊഫഷനിൽ ഒരു കുട്ടിക്ക് അവരുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഫാമിലി സപ്പോർട്ട്. എനിക്ക് ബാറ്റ് വാങ്ങാനൊന്നും ഇതിനെപ്പറ്റി അറിയില്ല.
പിന്നെ ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് ഇരുന്നത്. അങ്ങനെ ഇവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാർ, നമ്മളെ കുടുംബക്കാരും എല്ലാവരും കൂടി ചെറുപ്പക്കാർ ആദ്യമായിട്ടൊരു ബാറ്റ് വാങ്ങിക്കൊടുക്കുന്ന ബിനീഷ് അവൻ്റെ പേര്. അങ്ങനെ അവരെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ടീം കയറിയപ്പോൾ നമ്മളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ രാവിലെ തന്നെ ഈ വയലിൽ കൂടി ഇതിൽ നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ കൂടെ ആൾക്കാരിങ്ങനെ ഇറങ്ങി ഓടി മുറ്റത്ത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതെന്താ സംഭവം എന്നുള്ളത് അറിയുന്നില്ല. പിന്നെയാണ് ഈ അറിയുന്നത്. പിന്നെ ടി വി തുറന്നപ്പോൾ ടി വിയിലും അങ്ങനെയൊക്കെ. നമ്മള് മിന്നുമണിയുടെ വീട്ടിലാണ്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ മനോഹരമായ ഒരു വയലുണ്ട്. തട്ടായി കിടക്കുന്ന വയലുണ്ട്. അവിടെ ഇപ്പോൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ വിത്തിടാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. പുറത്ത് വാഴക്കൃഷിയുണ്ട്. ഒരു ബന്ധുക്കളതും അച്ഛൻ്റെതും ഒക്കെ നിങ്ങളുടെ തന്നെ സ്ഥലമാണ്. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടാണ്. ഈ വേനൽക്കാലം ആകുമ്പോൾ നിങ്ങളുടെ മൈതാനമായി മാറും അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും കളിക്കുന്നത്. പിന്നെ കുറച്ച് താഴെ അവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, കുട്ടികള് മുതിർന്നവരും ഒക്കെ. പക്ഷെ ഈ പാടവരമ്പ് മിന്നുമണിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇമോഷണലാണ്. കാരണം ഈ വരമ്പ് കടന്നാണ് അല്ലെ കിറ്റ് എടുത്ത് ഒരുപാട് യാത്ര ചെയ്തതും. അപ്പോൾ ഇത് ഈ വഴി നടന്നു പോകുന്ന ഒരു വല്ലാത്ത ഫീലാണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് എപ്പോൾ വന്നു കഴിഞ്ഞാലും വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാലാണ് എനിക്കൊരു എന്താ പറയുക ഒരു ഫ്രഷ് ഫീല് അതൊക്കെ കിട്ടുക. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തായാലും ഇങ്ങനെ വയലക്കൂടിയൊക്കെ നടക്കാൻ പോകും. പിന്നെ വേനൽക്കാലം ആണെങ്കിൽ ഇവിടെ എന്തായാലും ചേട്ടന്മാരൊക്കെ കളിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയി അവരുടെ കൂടെ കളിക്കും. ഇപ്പോഴാണേലും കളിക്കും, പിന്നെ കളി കാണും. അങ്ങനെ നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഇപ്പം നമ്മൾ അക്കാഡമികളിൽ പോകുന്നുണ്ട് പ്രൊഫഷണലായിട്ട് കളിക്കാനൊക്കെ. പക്ഷെ ഇങ്ങനത്തെ മൈതാനങ്ങൾ നാട്ടുപുറത്ത് പലയിടത്തും മൈതാനങ്ങളില്ലാത്ത പ്രശ്നം വല്ലാതെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കുട്ടികൾക്ക് വേണമെന്നുള്ളതിന്റെ ഒരു ആവശ്യം കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ വയലും ഈ പറയുന്ന മുറ്റവും ഇല്ലായിരുന്നെങ്കിൽ മിന്നുമണി എന്ന് പറഞ്ഞ താരം ഉണ്ടാവില്ലായിരുന്നു എന്നാണ്. ഇല്ല, വീട്ടിന്റെ അകത്തുണ്ടാവും. വീടിന്റെ അകത്ത് ഒരു മൂലയില് ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് യാത്ര പോവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. SL തിരക്കത്തിൽ അവിടെ ആ സമയത്ത് പ്രാക്ടീസ് സമയത്താണോ? ക്യാമ്പിലായിരിക്കും. പിന്നെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥിരം കുപ്പായം, ഒരു സ്ഥിരം കസേര മിന്നുവിന് ഉണ്ടാകട്ടെ. അതാണല്ലോ ആഗ്രഹം. അതിലേക്കുള്ള യാത്ര തുടരട്ടെ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം മിന്നുവിനെ പോലെ എന്താ പറയുക, നമുക്കൊന്നും ആകാൻ പറ്റില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നല്ല, എനിക്ക് എന്തെങ്കിലും ആകാൻ പറ്റും എന്ന് കാണിച്ചു തന്ന ഒരാളാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്, കേരള ക്രിക്കറ്റിന്, കേരളത്തിലെ പെൺകുട്ടികൾക്ക് വലിയ കരുത്താണ് മിന്നുമണി എന്ന പേര്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. താങ്ക് യു.